കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടാണ്. ഒരു നടി ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേക്ക് ഒരാള് ബീഫ് എടുത്ത് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നോക്കുന്നു. അയാൾ പറയുകയാണ്, "ബീഫ് കഴിക്കില്ലേ? ഡയറ്റാണോ? ബിജെപി ആണോ?" എന്ന് ചോദിക്കുന്നു. ഇതാരാണ് ശരിക്കും ഇയാള്? രണ്ടുപേരും ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുണ്ടല്ലോ. ഈ കുറെ പേരെ അകത്തിട്ട് പൂട്ടിക്കൊണ്ട് ആ, അതെ, അതെ. സകല അൽത്തുകുളുത്ത് പരിപാടികളും ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി. ആ ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള രണ്ടുപേരാണ് അനുമോളും ഷിയാസും. ഇതിൽ അനുമോൾക്ക് പരാതി ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പക്ഷേ ഷിയാസ് കരീം പറയുകയാണ്, ബീഫ് കഴിക്കുക, എന്താ അനുമോളെ കഴിക്കൂലേ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോവുകയാണ്. പുറകെ പോകുമ്പോൾ ഇതാണ് ഈ ഒരു പീസാണ്, ഈ ഒരു വിഷ്വലാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഈ പ്രചരിക്കുന്നതിന് പിന്നാലെ തന്നെ മതേതര കേരളത്തിന്റെ പിന്തുണ ഷിയാസ് കരീമിന് കിട്ടിയിട്ടുണ്ട്. അറിയാമല്ലോ, ബീഫാണ് അതെ, കഴിക്കാൻ അതെ. പറഞ്ഞത്, നിർബന്ധിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് എതിരെ ഷിയാസ് കരീം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം, കേൾക്കണം. അതായത്, അനുമോളോട് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. മനഃപൂർവ്വം ഒരാൾക്ക് ഇത് ഇഷ്ടമില്ല എന്നിരിക്കെ അത് കഴിക്കാനായിട്ട് നിർബന്ധിക്കുക. നീ BJPയിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണോ ബീഫ് കഴിക്കാത്തത് എന്നുള്ള പ്രത്യേകിച്ചുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. കൂടെ ഡയറ്റിന് വേണ്ടിയിട്ടാണോ എന്ന് കൂടി ചോദിക്കുന്നുണ്ട്. ഇത് പെരുമ്പാവൂരിൽ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു സാധാരണ ടോക്കാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പെരുമ്പാവൂരുകാർക്കിടയിൽ മാത്രമായിട്ട് ഇങ്ങനെയൊരു ടോക്ക് നടക്കുന്നത്? നമുക്കറിയാം ഏതെല്ലാം സമയത്താണ് ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നത്. അപ്പോൾ അതെ. ഈ ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്ന ഷിയാസ് കരീമിനോട് ഈ വിഷ്വൽ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തിരിച്ചു ചോദിച്ചു, പന്നിയും നല്ല ടേസ്റ്റാണ്, എന്നാൽ പിന്നെ പന്നി നിങ്ങൾ കഴിക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. പ്രതീഷ് വിശ്വനാഥൊക്കെ കൃത്യമായിട്ട് ഇത് എഴുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പന്നിയിറച്ചി അല്ലേ, വേവിക്കണം, നന്നായിട്ട് വേവിക്കണം, ഇല്ലെങ്കിൽ അതിൽ വിരയുണ്ടാകും, അത് വെന്താൽ മാത്രമേ വിര പോവുകയുള്ളൂ, നല്ല കപ്പ ഇട്ടിട്ട് പന്നി ഉലത്തി കഴിച്ചാൽ അടിപൊളിയാണ്. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ല. പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം, നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ല, അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ കഴിച്ചേനെ എന്ന് പറയണേ. എന്നിട്ട് മതേതര കേരളം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് CPM ആയിരിക്കാനാണ് സാധ്യത. CPMന്റെ കമ്മികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇത് ഇത്തവണത്തെ മറുപടി തൂക്കി, ഷിയാസ് കരീം തൂക്കി എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് തൂക്കിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പന്നി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പന്നി നല്ലതാണ്, വേവിക്കണം, വിരയുണ്ട് എന്ന് പറയുന്നുണ്ട്, അതുവരെ സമ്മതിച്ചു. അതിനുശേഷം ഇത് കഴിക്കാത്തത് എന്താണ്? പന്നിയെന്നല്ല, എല്ലാ മാംസവും നന്നായിട്ട് വേവിച്ചേ കഴിക്കാവുള്ളൂ. ഉം. എല്ലാത്തിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കഴിച്ചില്ലെങ്കിൽ വലിയ വേവിച്ചല്ല കഴിക്കുന്നതെങ്കിൽ ഉദര പല സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഷിയാസ് കരീമിനോട് തിരിച്ച് നമുക്ക് ചോദിക്കാമല്ലോ. ഇതെന്താ നിങ്ങൾ പന്നിയിറച്ചി കഴിക്കുമോ എന്ന് ചോദിക്കണം. അപ്പോൾ ഡയറ്റാണോ, അതോ നിങ്ങൾ ഈ പറയുന്നത് എന്തെന്നാ, തീവ്രവാദിയാണോ എന്ന് ചോദിക്കാമല്ലോ തിരിച്ച്. തിരിച്ചു ചോദിക്കാം. അതെ. ഈ പറയുന്ന മറ്റേതെങ്കിലും ഭീകര സംഘടനയിലുള്ളവരാണോ? അവരൊക്കെയാണല്ലോ ഈ പറയുന്ന ഫത്വ ഇറക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാന്യതയില്ലാത്ത ഒരു പെരുമാറ്റമാണ് എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഏതായാലും ഒരാൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, കഴിക്കാതിരിക്കാം. ഈ പറയുന്ന ബീഫ് ചിലർ കഴിക്കില്ല, ചിലർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് കഴിക്കില്ല, ഇല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിക്കില്ല. അങ്ങനെ പല രീതിയിലുണ്ടാവാം. കഴിക്കുന്ന ഹിന്ദുക്കളും ഉണ്ട്. ഒരുപാട് ആൾക്കാർ കഴിക്കും. അത് ഒരാളുടെ ചോയ്സാണ്. ആ ചോയ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരാളെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശം പ്രവൃത്തിയാണ്. അതെന്താ കഴിക്കില്ല, ഒരാൾ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല, അത്രേ ഉള്ളൂ. ആ ചോദ്യം ചെയ്യാൻ ഇയാളാരാണ്? ഈ ചോദ്യം ചെയ്യുന്നതിന്റെ ഒപ്പം എന്തിനാണ് BJP ആണോ എന്ന് ചോദിക്കാം. BJPയിൽ പ്രവർത്തിക്കാത്ത, BJP അനുഭാവികളല്ലാത്ത എത്രയോ പേര് ബീഫ് കഴിക്കാത്തവരുണ്ട്. അത് പ്രിയൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഇഷ്ടമാണ് ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ഭക്ഷണം കഴിക്കണ്ട എന്നുള്ളത്. അത് ചോയ്സ് അല്ലേ. അപ്പൊ പിന്നെ അതിനെ BJPയുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ഒരു ആവശ്യമില്ല. തുടർന്ന് ഷിയാസ് കരീം പറയുകയാണ്, താമര വിരിയുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, അഴുക്ക് ചാല് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ആ താമര അവിടെ വിരിയും. അതായത് BJP എവിടെയാണ്, അഴുക്കുചാലിലാണ് നിൽക്കേണ്ട പാർട്ടിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി അല്ല, ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവന്റെ മനസ്സിലാണ് അഴുക്കുചാൽ ഒഴുകുന്നത്. അവന്റെ മനസ്സ്, അവന്റെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കുചാലാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. ആ ഒരു നിലവാരമുള്ളവനാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റവും സംസാരവും ഒക്കെ വെളിയിലേക്ക് വരുന്നത്. കാരണം ഇവന്റെ മനസ്സിൽ അത്രയും നിറച്ച് വിഷവും മതവും വർഗീയതയും മാത്രമാണ്. അതുകൊണ്ടാണല്ലോ അവൻ പറയുന്നത്, അവർ കിതാബിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവൻ പന്നിയിറച്ചി കഴിക്കില്ല എന്ന്. അപ്പോൾ മറ്റൊരാളുടെ വിശ്വാസം എന്താണോ, അതവന്റെ വിശ്വാസമാണ്. അത് അവന്റെ വിശ്വാസമാണെങ്കിൽ അവൻ കഴിക്കണ്ട. മറ്റുള്ളവർ എന്തിനാ കഴിക്കാൻ നിർബന്ധിക്കുന്നത്? BJP ആണോ ചോദിക്കുന്നത്? എന്തോന്ന് നമ്മൾ തിരിച്ച് അവൻ്റെ അടുത്ത് ചോദിച്ചാൽ, നീ ഭീകരനായതുകൊണ്ടാണോ നിനക്ക് കഴിക്കാൻ പറ്റാത്ത പന്നിയിറച്ചി? പന്നിയിറച്ചി കഴിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ പന്നിയിറച്ചി കഴിക്കുന്ന, അവരുടെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇഷ്ടമില്ലെങ്കിൽ കഴിക്കൂല, അത്രയേ ഉള്ളൂ. ഇതിനകത്തൊക്കെ ഇവൻ ആരാ ഇങ്ങനെ കയറി പറയാനും ഇത് ചെയ്യാനും ഒക്കെ? അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിശൂന്യന്മാരായിട്ടുള്ള ആൾക്കാർക്ക് യാതൊരു വിവേകവും വിവരവും ഇല്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാനായിട്ട്. ഒരാളുടെ, അഥവാ ഒരാൾ BJP ആണെങ്കിൽ അയാൾക്ക് എന്താ പ്രശ്നം, ഇയാൾക്ക് എന്താ കുഴപ്പം?
അപ്പൊ ബിജെപിക്ക് തന്നെ എന്താ ഈ പ്രശ്നം? ഇയാൾക്ക് ഈ പറയുന്ന മുസ്ലിം ലീഗിനോടില്ലാത്ത അയിത്തം എന്തിനാണ് ബിജെപിയോട്? അപ്പൊ ഇയാൾക്ക് അറിയാം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പറയുന്നത് തികഞ്ഞ വർഗീയവാദിയാണ് ഈ ഷിയാസ് കരീം എന്നുള്ളതാണ് ഇതിന് മനസ്സിലാകുന്ന കാര്യം. ഞാൻ എനിക്ക് ഇയാളെ ആ വീഡിയോയിലാണ് കാണുന്നത്, അല്ലാതെ എനിക്ക് അറിയില്ല ആരാണെന്ന് പോലും അറിയില്ല. അപ്പൊ ഇയാള് ഈ തികഞ്ഞ വർഗീയവാദിയാണെന്നുള്ളത് മനസ്സിലാവുന്നു. ഈ പറയുന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ തികഞ്ഞ ഒരു വർഗീയവാദിയും മറ്റുള്ളവരെ ബഹുമാനിക്കാത്തവനുമാണ് എന്നുള്ളത് അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് ഇയാൾ ബീഫ് കഴിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നത്? ബീഫ് കഴിക്കുമോ കഴിക്കില്ല എന്നൊക്കെ ഉള്ള ഓരോരുത്തരുടെ ചോയ്സാണ്. BJP ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന്. അത് BJPയിലുള്ള ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കഴിക്കുന്നില്ല, അവരുടെ വിശ്വാസപ്രകാരം കഴിക്കുന്നില്ല. ചിലർക്ക് അലർജി ഉള്ളതുകൊണ്ട് കഴിക്കാത്തതായിരിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അലർജി വരും. ബീഫ് അലർജി ഉണ്ടാക്കുന്ന ഒരു മാംസവും കൂടിയാണ്. അതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ ഇറച്ചിയും എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ല. ചിലർക്ക് മുട്ട കഴിക്കാൻ പറ്റില്ല, ചിലർക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല, ചിലർക്ക് മറ്റേതെങ്കിലും മാംസം കഴിക്കാം. മാംസമേ കഴിച്ചാൽ പ്രശ്നമുള്ളവരുണ്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സും ആരോഗ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെയാണ്. ഇപ്പോൾ ഇയാളെ പോലുള്ള വിവരമില്ലാത്തവന്മാർ ഇത്തരത്തിലുള്ള പ്രസ്താവനയൊക്കെ നടത്തുന്നത് മനസ്സിലിരിക്കുന്ന വർഗീയതയുടെ ഭാഗമാണ്. കാരണം ഈ വർഗീയത ഇപ്പോൾ ഇവൻ്റെ മനസ്സിലെ കിതാബി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവൻ്റെ കാഫറിനെ കൊന്ന സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ, ഹൂറികളെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നത്. ആ കിതാബി പറഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഈ പറയുന്ന പല ഭീകര സംഘടനകളും എന്നുള്ളത് കൂടി അറിയാമല്ലോ. അപ്പോൾ ആ സ്വഭാവവും ആ മനസ്ഥിതിയും വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വന്ന് ആൾക്കാരോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു ഇതുപോലെ ആൾക്കാർ പെരുമാറും. അപ്പോൾ അത് സഹിച്ചോണം എന്നേ പറയാൻ കഴിയുള്ളൂ. അതല്ല, അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടിയില്ലേ. ഇപ്പോൾ ഷിയാസ് കരീം ഇതൊരു കാര്യം പറയുന്നു, അതിന് മറുപടി വരുന്നുണ്ട്. മറുപടി വന്നതിന് ശേഷമുള്ള ബാക്കി സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഇതിന് ഒരു CPM ഒരു പരിവേഷം വരുന്നത്. മതേതരത്വം വിളമ്പുന്നവർ ഇവരാണല്ലോ. അപ്പോൾ ഈ ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന പോസ്റ്റുകളിൽ മുഴുവനും ഇത് ഈ ഒരു ഇന്നത്തെ ദിവസം ഷിയാസ് കരീം തൂക്കി. എങ്ങനെയാണ് ഇത് തൂക്കുന്നത് എന്ന് മനസ്സിലാവും. ബീഫ് കഴിക്കാൻ പോയത് കൊണ്ടാണോ, അതുകൊണ്ട് ചെളിയിൽ താമര വിരിയുമെന്ന് പറഞ്ഞത് കൊണ്ടാണോ, അതോ പന്നി കഴിക്കും വേവിച്ചാലും കിതാബിൽ പറയുന്നത് കൊണ്ട് കഴിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ, ഏതുകൊണ്ടാണ് ഷിയാസ് കരീം ഇത് തൂക്കിയതെന്ന് കൂടി ഇവർ പറയണ്ടേ? അല്ല, ഷിയാസ് കരീം തൂക്കി അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ്. മനസ്സിലായില്ലേ? BJP എന്നുള്ള ഒരു ലേബൽ വെച്ചിട്ട് ഹിന്ദുക്കളെ ആക്രമിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. ഹിന്ദു വിരുദ്ധനായിട്ടാണ് ഇയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം നമുക്കതിൽ നിന്ന്. അത് മാത്രമല്ല, അയാളുടെ ഒരു ഭക്ഷണ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, അയാൾക്ക് ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കുകയും മറ്റുള്ളവരുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇയാളെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതും വർഗീയവാദികൾ തന്നെയാണ്. തികഞ്ഞ വർഗീയവാദികളാണ്. അതെ, അത് അയാൾ പൂർണ്ണമായിട്ടും വർഗീയവാദികളാണ്. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇയാളെ പിന്തുണയ്ക്കാൻ വരുന്നത്. ഇയാൾ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത്. അത് ഇവിടെ ഒരു നരേറ്റീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഇടതുപക്ഷവും ഫേക്കായിട്ടുള്ള കുറേ സാധനങ്ങൾ. അതായത് ഒരാളിപ്പോൾ BJP ആണെന്ന് പറയുകയാണെങ്കിൽ അവൻ വർഗീയവാദിയാണ്, അവൻ മോശക്കാരനാണ്. ഒരുത്തൻ മുസ്ലിം ലീഗ് ആണെന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ സ്വാതന്ത്ര്യമാണ്, അവൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് എന്ന് പറയും. ഒരുത്തൻ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫാസിസ്റ്റ് ആണെന്ന് പറയും. ഒരുത്തൻ പാകിസ്ഥാനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ചോയ്സാണ്. അന്താരാഷ്ട്ര തരത്തിലുള്ള ആഗോള ലോകത്തിൻ്റെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം ഭൂമിയെയാണ് ഇവർ സ്നേഹിക്കുന്നത്, അല്ല രാജ്യത്തെ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറും ബാലിശമായിട്ടുള്ള ബുദ്ധിഹീനന്മാരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇതെല്ലാം നടക്കുന്നത് ഇത്തവണത്തെ ഇലക്ഷനിൽ BJPക്ക് കൃത്യമായ മുന്നേറ്റം കൂടി നടക്കുന്ന സമയത്താണ്. അപ്പോൾ BJPക്ക് എതിരെ മനഃപൂർവ്വമായിട്ടുള്ള ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിൽ BJPക്ക് വോട്ട് പോയിട്ടുണ്ട്. ഇത് ഇവർക്ക് സഹിക്കുകയും ചെയ്യുന്നില്ല. അതാണ് ഇവിടെ ഹിന്ദു ഏകീകരണം നടക്കുന്നുണ്ട്, അതിൽ വലിയ അസ്വസ്ഥരാണ് ഇവർ. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് കുരുപൊട്ടിയിരിക്കുക. എങ്ങനെ ഇത് BJP എങ്ങനെ ജയിച്ചു ഇവരോട് കലാപം ഉണ്ടാക്കാൻ വരെ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് എല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ ഇങ്ങനെ കണക്ക് വെച്ചിട്ടാണെങ്കിലും നമ്മൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുക. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ നേരുന്നു.